കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ 1988-89 കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു പഴയ കേസ് സുധീഷ് കുമാറിന്റെ ആദ്യ ഭാര്യയുടെ ദുരൂഹ മരണം ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും പരിശോധിക്കുകയാണ്. അന്ന് സുധീഷ് ഐമനം പരിപ്പ് ദേവസ്വത്തിൽ സബ് ഗ്രൂപ്പ് ഓഫീസറായിരുന്നു. ഇവരുടെ വാടക വീടിന് സമീപമുള്ള തോട്ടിലെ കുളിക്കടവിന്റെ കരയിൽ ഭാര്യയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തേഞ്ഞു മാഞ്ഞു പോയ ആ കേസിന് പിന്നിൽ ഇപ്പോൾ നിരവധി ദുരൂഹതകളാണ് ഒളിഞ്ഞുകിടക്കുന്നത്. കേസിലെ 2 പേർ, അതായത് പ്രധാന പ്രതികളിൽ 2 പേരും കൂടാതെ സംഭവ സമയത്ത് ദൃക്സാക്ഷിയായിരുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാരനും പിന്നീടുള്ള വർഷങ്ങളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. അതിലും കൗതുകകരം, സുധീഷിന്റെ അടുത്ത സുഹൃത്തായിരുന്ന ഒരു പോലീസുകാരനും മകനും ആ കേസിൽ ഉൾപ്പെട്ടിരുന്നതായി രേഖകളിൽ കാണുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളിൽ ഒരാളായ സുധീഷ് കുമാറിന് മരണവുമായി ബന്ധമുണ്ടോ എന്നതാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. പ്രത്യേക സംഘത്തിന് ഇപ്പോൾ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും പഴയ കേസ് സംബന്ധിച്ച വിവരങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പോലും അന്ന് ഇതൊരു കൊലപാതകമെന്നായിരുന്നു പ്രചരിച്ചത്. ഇത് സംബന്ധിച്ച് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പഴയ കേസിനെ കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം വിവരം തേടി. CPM നേതാവാണ് നിലവിൽ സുധീഷ് കുമാർ. അന്ന് ഐമനത്തുണ്ടായിരുന്ന ദേവസ്വം മാഫിയയ്ക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ പരിശോധന. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻപുരിയുടെ ആദ്യ ഭാര്യയും ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചത്. CPMവുമായി ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് ഈ സുധീഷ് കുമാർ. അടൂരിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയായി പോലും സുധീഷിനെ പരിഗണിച്ചിരുന്നു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്ന ഡയമണ്ട് എന്ന അപരനാമമുള്ള വ്യക്തിയുടെ അടുത്ത സുഹൃത്തായിരുന്നു ഈ സമയത്ത് സുധീഷ് കുമാർ. ആ സമയത്ത് ഐമനത്ത് സുധീഷ് കുമാറിന്റെ വീട് കേന്ദ്രീകരിച്ച് ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വീട്ടിലെ പ്രശ്നമാണ് ഭാര്യയുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഈ വീട്ടിൽ നടന്നിരുന്നു. ഇതിനിടയിൽ പെട്ടുപോയ ഭാര്യയെ ചിലർ കൊലപ്പെടുത്തുകയായിരുന്നു. പക്ഷേ സ്വാധീനത്തിൽ കേസൊന്നും എത്താതെ പോവുകയും ചെയ്തു. ഇതിനുശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഐമന ഗ്രൂപ്പ് പിടിമുറുക്കി. തിരുവിതാംകൂർ ക്ഷേത്രത്തിലെ ഒന്നിലധികം കൊടിമരം വിവാദത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഡയമണ്ട് എന്ന ദേവസ്വം ബോർഡിൽ വിളിപ്പേരുള്ള വ്യക്തി. ശബരിമലയിലെ കൊടിമരത്തെ ആദ്യം നോട്ടമിട്ടതും ഈ ഉദ്യോഗസ്ഥനാണ്. ഈ ഉദ്യോഗസ്ഥനുമായി സുധീഷ് കുമാർ അടുക്കുന്നത് ഐമനത്ത് ജോലി ചെയ്യുമ്പോഴാണ്. ഈ കളങ്കിത വ്യക്തിത്വം ശബരിമലയിലും ജോലി നോക്കി. അന്ന് ദേവസ്വം ബോർഡ് അറിയാതെ പലതും സന്നിധാനത്ത് നടത്തി. പോലീസിൽ നിന്ന് വിരമിച്ച് DYSP ആയ ഒരു വ്യക്തിയും അന്ന് ഇതിന്റെ എല്ലാം ഭാഗമായി. ലൈസൺ ഓഫീസറായി ശമ്പളമില്ലാ ജോലി നോക്കിയ ഒരു ഉദ്യോഗസ്ഥനെ അന്ന് ദേവസ്വം ബോർഡ് മാറ്റുകയും ചെയ്തു. ബോർഡ് അറിയാതെ പലതും സന്നിധാനത്ത് നിന്ന് മാറ്റാൻ ഗൂഢാലോചന നടത്തിയ ദേവസ്വം ഉദ്യോഗസ്ഥനെതിരെ നടപടി വന്നു. അന്ന് പുറത്താക്കാനായിരുന്നു തീരുമാനം. എന്നാൽ ഇയാൾ സർവീസിൽ തിരികെ എത്തി. ഈ ഉദ്യോഗസ്ഥനും സുധീഷ് കുമാറുമായുള്ള അടുപ്പത്തിലേക്കും അന്വേഷണം നീളുകയാണ്. N. വാസു അടക്കമുള്ളവരുമായി ഈ ഉദ്യോഗസ്ഥനും ബന്ധമുണ്ട്. CPMന്റെ അതിവിശ്വസ്തനായി അറിയപ്പെടുന്ന വക്കീലിന്റെ അടുത്ത അനുയായിയുമായാണ് ഇദ്ദേഹം. AKG സെന്ററുമായി അടുപ്പമുള്ള ഈ വക്കീൽ പക്ഷേ ശബരിമലയിലെ തട്ടിപ്പുകൾക്കൊന്നും കൂട്ടുനിന്നിട്ടില്ല. ഈ വക്കീലിനെ മറ്റൊരു തരത്തിൽ അടിമയാക്കിയായിരുന്നു ഡയമണ്ടും കൂട്ടരും ദേവസ്വം ബോർഡിനെ കൈപ്പിടിയിൽ ഒതുക്കിയത്. സുധീഷ് കുമാറിന്റെ ആദ്യ ഭാര്യയുടെ കൊലക്കേസ് അന്വേഷണം നേർവഴിക്ക് നടക്കാത്തതാണ് ഈ ഗ്രൂപ്പിനെ ദേവസ്വം ബോർഡിൽ വളർത്തിയതും. ഈ കേസാണ് ഇപ്പോൾ ചർച്ചകളിൽ വീണ്ടും എത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 3ാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 റിമാൻഡ് ചെയ്തത്. പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സുധീഷ് കുമാറിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്ത മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ റിമാൻഡ് ചെയ്തു. 2019 മെയ് 18 കട്ടിളപ്പാളി അഴിച്ചുമാറ്റിയപ്പോൾ ചെമ്പെന്ന തിരുവാഭരണ കമ്മീഷണർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. കട്ടിളപ്പാളി സ്വർണം പൂശാൻ എന്ന പേരിൽ അഴിച്ച സമയത്തെ മഹസറിൽ ദേവസ്വം സ്മിത്തും ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കട്ടിളപ്പാളി കേസിൽ 4ാം പ്രതിയായ ബൈജുവിന്റെ അറസ്റ്റും റാന്നി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തി. റിമാൻഡിൽ കഴിയുന്ന മറ്റു പ്രതികളായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D. സുധീഷ് കുമാർ എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മുരാരി ബാബുവിനെ തിങ്കളാഴ്ച വരെയും സുധീഷ് കുമാറിനെ 12 വരെയുമാണ് കസ്റ്റഡിയിൽ വിട്ടത്. ഇതിനിടെ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ഇപ്പോൾ മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം SIT തങ്ങളുടെ അന്വേഷണത്തിൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ഒരു പ്രധാനപ്പെട്ട കത്താണ്. ആ കത്ത് ഈ സ്വർണ്ണ കവർച്ചയുടെ ഒരു നീണ്ട കഥയായി, ഒരു മുന്നറിയിപ്പായി നൽകിയിരുന്നതായാണ് ഇപ്പോൾ തെളിവ് ലഭിച്ചിരിക്കുന്നത്.
2019 ശബരിമല ദേവസ്വത്തിലെ ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് സ്വർണ്ണപൂശുവാനായി കൊണ്ടുപോയപ്പോൾ അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ RG രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാറിന് നേരിട്ട് എഴുതി നൽകിയ കത്താണ് ഇപ്പോൾ SITയുടെ കയ്യിൽ. ദേവസ്വത്തിലെ അമൂല്യ വസ്തുക്കൾ സുരക്ഷിതമല്ല, നഷ്ടപ്പെടാം എന്ന കഠിന മുന്നറിയിപ്പായിരുന്നു ഈ കത്തിലെ പ്രധാന ഉള്ളടക്കം. രാധാകൃഷ്ണൻ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ സ്വർണം പൂശിയ ശില്പങ്ങൾ നേരിട്ട് കണ്ട ശേഷം തിരികെ വന്ന് 3 ദിവസത്തിനുള്ളിലാണ് കത്ത് നൽകിയതെന്നാണ് രേഖകളിൽ കാണുന്നത്. എന്നാൽ ആ മുന്നറിയിപ്പ് അന്ന് ദേവസ്വം ബോർഡ് തള്ളിക്കളഞ്ഞു. കത്തിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് ദേവസ്വം മാനുവലും തിരുവാഭരണം ഭരണിപാത്രം സംരക്ഷണ നിയമങ്ങളും കഴിഞ്ഞ 15 വർഷമായി പാലിക്കപ്പെടുന്നില്ല. ക്ഷേത്രങ്ങളെ തിരുവാഭരണം ഉൾപ്പെടെയുള്ള അമൂല്യ വസ്തുക്കൾ കൃത്യമായി പരിപാലിക്കുന്നില്ല. ഇവയെക്കുറിച്ചുള്ള രജിസ്റ്ററുകൾ സംരക്ഷിക്കപ്പെടുന്നില്ല. പരിശോധനകളും രേഖകളും അവഗണിക്കപ്പെടുന്നു. വിലപിടിപ്പുള്ള സ്വർണം, വെള്ളി ഉരുപ്പടികൾ എത്രമാത്രമുണ്ടെന്നും എവിടെയാണെന്നും നിശ്ചയമായി പറയാൻ പോലും കഴിയാത്ത അവസ്ഥ. നിയമങ്ങൾ കർശനമായി പാലിക്കുക എന്ന നിർദ്ദേശവും സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവും നൽകണമെന്ന് രാധാകൃഷ്ണൻ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. കത്തിൽ പറയുന്നത് ക്ഷേത്രങ്ങളിൽ നൂറ്റാണ്ടുകളായി സൂക്ഷിച്ചു വെച്ചിരുന്ന വൈരങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ എല്ലാം വിശദമായി പരിശോധിച്ച് രേഖപ്പെടുത്തണമെന്നും ഭാവിക്കായി മുതൽക്കൂട്ടായി സംരക്ഷിക്കണമെന്നും ഇതുപോലെ ഉപയോഗിക്കാത്ത ആഭരണങ്ങൾ ഉരുക്കി ബാറുകളാക്കുക, കാണിക്കയായി ലഭിക്കുന്ന സ്വർണം, വെള്ളി എന്നിവ സ്ട്രോങ് റൂമുകളിൽ മുദ്ര പൂട്ടി സൂക്ഷിക്കുവാൻ സൗകര്യമില്ലെങ്കിൽ അവയും ഉരുക്കി ബാറുകളാക്കി സംരക്ഷിക്കുക. പാറശാല മുതൽ പെരുമനം വരെയുള്ള 263 സബ് ഗ്രൂപ്പുകൾ എല്ലായിടത്തും പരിശോധന ഉറപ്പാക്കാൻ ഉത്തരവ് നൽകണം. എന്നിരുന്നാലും ഈ മുന്നറിയിപ്പുകളൊന്നും ദേവസ്വം ബോർഡ് പരിഗണിച്ചില്ല. രാധാകൃഷ്ണന്റെ കത്ത് ലഭിച്ചതിന് പിന്നാലെ അമൂല്യ വസ്തുക്കളുടെ നഷ്ടങ്ങൾ തുടങ്ങിയെന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അവഗണനയും അലംഭാവമാണ് പിന്നീട് ശബരിമല സ്വർണ്ണ കവർച്ച അടക്കം വലിയ വിവാദങ്ങളിലേക്കും കേസുകളിലേക്കും വഴിതെളിച്ചത്. ഇപ്പോൾ കട്ടിളപ്പാളി കേസ് ഉൾപ്പെടെ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ അന്നത്തെ തിരുവാഭരണം കമ്മീഷണറായിരുന്ന RG രാധാകൃഷ്ണൻ തന്നെയാണ് 4ാം പ്രതികളിൽ ഒരാൾ. ദേവസ്വത്തിലെ ഭരണക്രമം തകരാറിലായതിന്റെ മുന്നറിയിപ്പ് തന്നെ ആവശ്യമുള്ള സമയത്ത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ശബരിമലയുടെ വിശുദ്ധിയും ഭക്തജനങ്ങളുടെ വിശ്വാസവും ഇങ്ങനെ ചോദ്യചിഹ്നത്തിലാകുമായിരുന്നില്ല. ഒരു കത്ത് മുന്നറിയിപ്പായി തുടങ്ങിയതും അവഗണന മൂലം ഇപ്പോൾ തെളിവായി മാറിയതും ആ കത്താണ് ശബരിമല സ്വർണ്ണ കവർച്ചയുടെ നിർണായക വഴിത്തിരിവാകുന്നതും. ഭക്തിയുടെ ആലയമായ ശബരിമലയിൽ അഴിമതിയുടെ നിഴൽ വീണു. സത്യത്തെ തെളിയിക്കാൻ ഇപ്പോൾ ആ കത്ത് സംസാരിക്കുകയാണ്.